വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. നെക്സ്റ്റ് മന്ത് വരുന്ന എഞ്ചിനീയറിംഗ് ഗ്രേഡ് 2 ട്രേഡ്സ്മാൻ അതുപോലെ വരാനിരിക്കുന്ന ഓവർസിയർ ലെവലിലുള്ള എല്ലാ എക്സാംസിനും അതുപോലെ എയ്ഡ് എക്സാംസിനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലെ ലിൻഡൽ എന്ന് പറയുന്ന പോർഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് ലിൻഡൽ? ലിൻഡൽ എന്ന് പറഞ്ഞാൽ ഒരു ഹൊറിസോണ്ടൽ സ്ട്രക്ചറാണ്. നമ്മുടെ ഓപ്പണിങ്ങിൻ്റെയൊക്കെ മുകളിൽ ആ ഓപ്പണിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഹൊറിസോണ്ടൽ സ്ട്രക്ചറിനെയാണ് ലിൻഡൽ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ സ്ട്രക്ചർ പ്ലേസ്ഡ് എബോവ് ആൻ ഓപ്പണിംഗ് ടു സപ്പോർട്ട് ദ പോർഷൻ ഓഫ് ദ സ്ട്രക്ചർ എബോവ് ഇറ്റ്. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടും വളരെ സിമ്പിളായിട്ടും നമുക്ക് ലിൻഡൽ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ലിൻഡലിലുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് ബിയറിംഗ് എന്ന് പറയുന്നത്. ലിൻഡലിലുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് ബിയറിംഗ്. എന്താണ് ടേം? ബിയറിംഗ്. എന്താണ് ബിയറിംഗ് എന്ന് വെച്ചാൽ ഇങ്ങോട്ട് നോക്കിക്കേ, ഈ സപ്പോർട്ടിൻ്റെ അകത്തേക്ക് കുറച്ച് ലിൻഡലിൻ്റെ പോർഷൻസ് അകത്ത് കയറി നിൽക്കുന്ന കണ്ടില്ലേ, ഈ പോർഷനെയാണ് നമ്മൾ ബിയറിംഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ സപ്പോർട്ട്സിൻ്റെ അകത്തേക്ക് ഇൻസേർട്ടഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു പോർഷനെയാണ് ബിയറിംഗ് ഓഫ് ലിൻഡൽ എന്ന് പറയുന്നത്. അപ്പം മിനിമം വാല്യൂ ഓഫ് ബിയറിംഗ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പം ബിയറിങ്ങിൻ്റെ മിനിമം വാല്യൂ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മിനിമം വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ 100 mm ആയിട്ട് എടുക്കാറുണ്ട്. ഒരു കണ്ടീഷൻ 100 mm ആണ്. അതുപോലെ സെക്കൻഡ് ലിൻഡലിൻ്റെ ഹൈറ്റ് ആണ് നമ്മൾ പറയുന്നത്, ഹൈറ്റ് ഓഫ് ലിൻഡൽ. എന്താണ് ഹൈറ്റ് ഓഫ് ലിൻഡൽ? ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് 1/10 to 1/15. തേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 1/10 to 1/12 കണ്ടീഷനാണ്. 1/10 to 1/12 സ്പാൻ ഓഫ് ലിൻഡൽ. സ്പാൻ ഓഫ് ലിൻഡൽ. അപ്പോൾ നമ്മൾ 3 കണ്ടീഷനാണ് പറഞ്ഞത്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എത്രയാണ്, 100 mm ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ലിൻഡൽ ആണ്. തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് 1/10 to 1/12 ഓഫ് സ്പാൻ ഓഫ് ലിൻഡൽ. സ്പാൻ ഓഫ് ലിൻഡൽ. ഓക്കെ, ഇതിൽ ഇനിയൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ മിനിമം ബിയറിംഗ് ഓഫ് ലിൻഡൽ എന്ന് പറഞ്ഞിട്ട് ഇത് മൂന്നുമല്ലാതെ ആൻസർ PSC കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തുള്ള ആൻസർ വരുന്നത് 150 mm ആയിരിക്കും. നമ്മുടെ ഓപ്ഷനിൽ 100 കാണും, 150 കാണും. പക്ഷേ ഓപ്ഷനിൽ അല്ലെങ്കിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 150 mm ആണ്. ഇത് നിമി ബേസ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ്. നമ്മുടെ ITക്കാർ എഴുതുന്ന ഏകദേശമുള്ള എല്ലാ എക്സാംസിനും അവർ ലിൻഡലിൻ്റെ ബിയറിംഗ് ചോദിച്ചാൽ ആൻസർ 150 mm ആണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ ഇതിപ്പം ജനറലായിട്ട് ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ലിൻഡലാണ്. അതിൻ്റെ മെറ്റീരിയൽസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടൈപ്സ് പറയുന്നത്. സോ അതിൽ ഫസ്റ്റ് വൺ ആണ് ടിമ്പർ അല്ലെങ്കിൽ വുഡൻ ലിൻഡൽ എന്ന് പറയുന്നത്. ടിമ്പർ അല്ലെങ്കിൽ വുഡൻ ലിൻഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇതൊരു ഓപ്പണിംഗ് ആണ്. ഓപ്പണിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്തു, ബിയറിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് ഒരു ലിൻഡൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലിൻഡൽ തന്നെ 3 ടൈപ്പിലുണ്ട്. അപ്പം ടിമ്പർ ലിൻഡൽ എന്ന് പറയുന്നത് 3 രീതിയിൽ നമ്മൾ അല്ലെങ്കിൽ 3 ടൈപ്പ് നമുക്ക് പറയാം. സിമ്പിൾ ലിൻഡൽ, ബിൽറ്റപ്പ് ലിൻഡൽ, ഫ്ലിക്സ്ഡ് ലിൻഡൽ. ഇതിൽ സിമ്പിൾ ലിൻഡൽ എന്ന് പറയുമ്പോൾ 3 ടിമ്പർ പീസസ് ആണുള്ളത്. ഈ 3 ടിമ്പർ പീസസിനെയും നമ്മളൊരു ബോൾട്ട് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 3 ടിമ്പർ പീസസ് ഉണ്ട്. ആ 3 ടിമ്പർ പീസസിനെയും നമ്മൾ ബോൾട്ട് വെച്ച് കണക്ട് ചെയ്ത് സെറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിമ്പിൾ ലിൻഡൽ എന്ന് പറയുന്നത്. അടുത്ത് പറയുന്ന ബിൽറ്റപ്പ് ലിൻഡലാണ്. ബിൽറ്റപ്പ് ലിൻഡൽ എന്ന് പറയുമ്പം അവിടെ 2 ടിമ്പർ പീസസ് ഉണ്ട്. ഈ 2 ടിമ്പർ പീസസിനെ പാക്കിംഗ് പീസ് വെച്ച് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പാക്കിംഗ് പീസ് യൂസ് ചെയ്ത് 2 ടിമ്പറിനെ നമ്മൾ കണക്ട് ചെയ്യുക. അത് ബോൾട്ടും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളവിടെ സെറ്റ് ചെയ്യുന്നത്. ടിമ്പർ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റിൽ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ബിൽറ്റപ്പ് ലിൻഡൽ എന്ന് പറയുന്നത്. ഇതിനെയാണ് ബിൽറ്റപ്പ് ലിൻഡൽ എന്ന് പറയുന്നത്. അടുത്തൊരു ടൈപ്പാണ് ഫ്ലിക്സ്ഡ് ലിൻഡൽ. ഫ്ലിക്സ്ഡ് ലിൻഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ 2 അതിലധികമുള്ള വുഡഡ് പീസസ് എടുക്കും. ആ വുഡഡ് പീസസിനെ നമ്മൾ 2 ടോപ്പിലും ബോട്ടത്തിലും സ്റ്റീൽ പ്ലേറ്റ്സ് കൂടെ വച്ച് കവർ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് ഉള്ള ലിൻഡലിനെയാണ് നമ്മൾ ഫ്ലിക്സ്ഡ് ലിൻഡൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ടിമ്പർ ലിൻഡലാണ്. അതിൽ സിമ്പിൾ ലിൻഡലുണ്ട്, ബിൽറ്റപ്പ് ലിൻഡലുണ്ട്, അതുപോലെ തന്നെ ഫ്ലിക്സ്ഡ് ലിൻഡൽ ഉണ്ട്. അടുത്ത ടൈപ്പാണ് സ്റ്റോൺ ലിൻഡൽ. എന്താണ് സ്റ്റോൺ ലിൻഡൽ? സ്റ്റോൺ ലിൻഡൽ എന്ന് പറയുമ്പോൾ സ്റ്റോൺ ലിൻഡൽ എന്ന് മെയിനായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ, നോർമലി നമ്മൾ സ്റ്റോണിൻ്റെ ലിൻഡലാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് മുകളിൽ കൊടുക്കുന്ന ആർച്ച് ഏതാണെന്ന് ചോദിക്കാം. സോ ആ ആർച്ചിൻ്റെ പേരാണ് റിലീവിങ് ആർച്ച് അല്ലെങ്കിൽ ഡിസ്ചാർജിങ് ആർച്ച്. നോർമലി 1 മീറ്റർ സ്പാനിലൊക്കെയാണ് നമ്മൾ ഈ ഒരു ആർച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഓപ്പണിംഗ് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഡെപ്ത് വേണമെങ്കിൽ അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ഓപ്പണിംഗ് ഡെപ്ത് എത്രയാണെന്ന് ചോദിക്കാം. എന്താണ് ഡെപ്ത് എത്രയാണെന്ന് ചോദിക്കാം. ഡെപ്ത് എന്ന് പറയുന്നത് 1/10 ലെങ്ത് ഓഫ് ഓപ്പണിംഗ് ആണ്. 1/10 ലെങ്ത് ഓഫ് ഓപ്പണിംഗ്.
1/10 ദ ലെങ്ത് ഓഫ് ഓപ്പണിംഗ് ആണ്. അതുപോലെ തന്നെ ഈ സ്റ്റോൺ ലിൻഡൽ എന്ന് പറയുമ്പം വൈബ്രേറ്ററി ലോഡ് കാരണം ഇതിൽ ക്രാക്സ് ഫോം ചെയ്യാനുള്ള കാരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ നല്ല സ്റ്റോൺസ് ഒക്കെ കിട്ടുന്നത് ഡിഫിക്കൽറ്റിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ കോസ്റ്റ് കൂടാറുണ്ട്, കൺസ്ട്രക്ഷനൊക്കെ ഇച്ചിരി ഡിഫിക്കൽറ്റിയാണ്. അതുപോലെ സ്റ്റോൺ ലിൻഡൽ എന്ന് പറയുമ്പം നോർമലി സ്പാൻ എന്ന് പറയുന്നത് 1 to 2 മീറ്റർ ആണ്. അടുത്തത് ബ്രിക്ക് ലിൻഡലാണ്. ബ്രിക്ക് ലിൻഡൽ എന്ന് പറയുമ്പോൾ വെൽ ബേൺഡ് ആയിട്ടുള്ള ബ്രിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്രിക്ക് ലിൻഡൽസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ബ്രിക്ക് ലിൻഡൽസ് ചെയ്യുന്ന സമയത്ത് ഈ ബ്രിക്കിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കൺസ്ട്രക്ഷൻ ടൈമിൽ നമ്മൾ അവിടെ ഒരു വുഡൻ്റെ സപ്പോർട്ട് കൊടുക്കാറുണ്ട്, വുഡ് വെച്ചിട്ടൊരു സപ്പോർട്ട് കൊടുക്കാറുണ്ട്. ഇങ്ങനെ കൊടുക്കുന്ന വുഡൻ സപ്പോർട്ടിനെയാണ് നമ്മൾ പറയുന്നത് ടേണിംഗ് പീസ്. വുഡൻ പീസിൻ്റെ സപ്പോർട്ടിനെയാണ് നമ്മൾ പറയുന്നത് ടേണിംഗ് പീസ്. എന്താണ് ടേണിംഗ് പീസ്? അതുപോലെ തന്നെ നമ്മളിപ്പോൾ ബ്രിക്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ബ്രിക്സിൽ നമുക്ക് ഫ്രോഗ് ഉള്ള അറിയാം. ഫ്രോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിക്സിൽ ഉണ്ടാകുന്ന ഡിപ്രഷനെയാണ് ഫ്രോഗ് എന്ന് പറയുന്നത്. രണ്ട് ബ്രിക്സ് തമ്മിൽ ഹോൾഡ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കീ പോലെ ആക്ട് ചെയ്യാണ് ഫ്രോഗ്. അപ്പോൾ ഈ ഫ്രോഗ്സ് ഉള്ളത് വളരെയധികം വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഈ ഡിഫറെൻറ്റ് ലെയേഴ്സിനിടയിലൊക്കെ ഹോൾഡ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഫ്രോഗ്സ് ഉള്ള ബ്രിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ജോഗിൾഡ് ബ്രിക്ക് ലിൻഡൽ എന്നാണ്. എന്താണ്? ബ്രിക്ക് ലിൻഡൽ. അപ്പോൾ ജോഗിൾഡ് ബ്രിക്ക് ലിൻഡലാണ്. ജോഗിൾഡ് ബ്രിക്ക് ലിൻഡൽ. അതുപോലെ തന്നെ നമ്മുടെ ബ്രിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട വളരെയധികം വീക്കാണ് ഈ കൺസ്ട്രക്ഷൻ. ബ്രിക്ക് യൂസ് ചെയ്യുന്ന ഈ കൺസ്ട്രക്ഷൻ വളരെയധികം വീക്കാണ്. അതുപോലെ സ്പാൻ 1 മീറ്റർ വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് കുറച്ചുകൂടെ ഹെവി ലോഡ്സ് ആണ് വരുന്നത്, കുറച്ചുകൂടെ സ്പാൻ നമുക്ക് ചെയ്യണം. കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കൂടിപ്പോയാൽ ഒരു 1.2 മീറ്റർ വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഹെവി ലോഡ്സ് വരുമ്പം ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യണം? റീൻഫോഴ്സ്മെൻറ്റ് കൂടെ കൊടുക്കണം. ബ്രിക്കിൽ തന്നെ റീൻഫോഴ്സ്മെൻറ്റ് കൂടെ കൊടുക്കുകയാണെങ്കിൽ അതിനെ എങ്കിൽ നമുക്ക് എത്രയാണ് 1.2 മീറ്റർ എന്ന് പറയുന്ന സ്പാനിലോട്ട് നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും. കുറച്ചുകൂടെ ലോഡ്സ്, ഹെവി എന്ന് പറയുമ്പോൾ ഒരുപാട് ഹെവി അല്ല, കുറച്ചുകൂടെ ലോഡ്സ് ക്യാരി ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള റീൻഫോഴ്സ്മെൻറ്റ് കൂടെ ബ്രിക്കിന് കൊടുത്താൽ അങ്ങനെയുള്ള ടൈപ്പ് ലിൻഡലിനെ പറയുന്ന പേരാണ് റീൻഫോഴ്സ്ഡ് ബ്രിക്ക് ലിൻഡൽ. എന്നാണ് റീൻഫോഴ്സ്ഡ് ബ്രിക്ക് ലിൻഡൽ. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റേഷ്യോസ് നമ്മുടെ സിമെൻറ്റിൻ്റെയും സാൻഡിൻ്റെയൊക്കെ റേഷ്യോ ചോദിച്ചാൽ അത് വാട്ടർ 1:3 ആണ് വരുന്നത്. എത്രയാണ്? 1:3 ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു റീൻഫോഴ്സ്ഡ് ബ്രിക്ക് ലിൻഡൽ ചെയ്യുമ്പോൾ അവിടുത്തെ സ്പാൻ എത്രയായിരിക്കും? 1.2. നോർമൽ ബ്രിക്ക് ചെയ്യുന്ന സമയത്ത് 1 മീറ്റർ ആണ്. അപ്പോൾ അത്ര ഒരു വ്യത്യാസം മാത്രമേ നമ്മൾ റീൻഫോഴ്സ്മെൻറ്റ് കൊടുത്താലും നമുക്ക് വ്യത്യാസം വരുന്നുള്ളൂ. അടുത്ത ടൈപ്പാണ് സ്റ്റീൽ ലിൻഡൽ. സ്റ്റീൽ ലിൻഡൽ എന്ന് പറയുമ്പോൾ സ്റ്റീൽ ആംഗിൾസോ അല്ലെങ്കിൽ റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റോ ഒക്കെ വച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എന്ത്? സ്റ്റീൽ ലിൻഡൽ എന്ന് പറയുന്നത്. ഇതിൽ ചെറിയ സ്പാനിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ ലിൻഡലിൻ്റെ സ്പാന് കുറവാണെങ്കിൽ അവിടെ നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്? സ്റ്റീൽ ആംഗിൾസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതേസമയം നമുക്ക് സ്പാൻ കൂടുതലാണ്, ഹെവി ലോഡ്സ് ആണെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് കോൺക്രീറ്റിലൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് കോൺക്രീറ്റിൽ എംബഡ് ചെയ്തത്, സ്റ്റോൺസ് ബേസ് ചെയ്ത് ചെയ്യുന്നത്, അതുപോലെ മൾട്ടിപ്പിൾ യൂണിറ്റ്സ് ബേസ് ചെയ്ത് ചെയ്യുന്ന 3 രീതിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ഈ റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് കോൺക്രീറ്റിൽ എംബഡ് ചെയ്ത് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അതുപോലെ 2 സ്റ്റോൺസ് വെച്ചിട്ട് അതിനിടയിൽ RSJ അല്ലെങ്കിൽ റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ട്യൂബ് സെപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലിൻഡൽസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതാണ് മൾട്ടിപ്പിൾ യൂണിറ്റ്സിൽ വരുന്നത്. എന്ന് വെച്ചാൽ ഒന്നോ അതിലധികമോ ഉള്ള റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ് നമ്മൾ എടുക്കും, എന്നിട്ട് അതിന് ട്യൂബ് സെപ്പറേറ്റർ വെച്ചിട്ട് കണക്ട് ചെയ്യും. ഈ രീതിയിൽ നമ്മൾ ലിൻഡൽ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സ്റ്റീൽ ലിൻഡലിൻ്റെ ലാസ്റ്റ് മൾട്ടിപ്പിൾ യൂണിറ്റ്സിൽ പറയുന്നത്. ഇനി ലാസ്റ്റ് ടൈപ്പാണ് RCC ലിൻഡൽ. നമ്മളിപ്പോൾ എല്ലാ കൺസ്ട്രക്ഷനും കണ്ടുവരുന്നതാണ് RCC ലിൻഡൽ. ഈ RCC ലിൻഡൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന ഓപ്പണിങ്ങിൻ്റെ മുകളിൽ മാത്രമല്ല, അത്യാവശ്യം ആ ലെവലിൽ നമ്മൾ കറക്റ്റ് എല്ലാം ത്രൂ ഔട്ടായിട്ട് ചെയ്തു വരുന്നതാണ് RCC ലിൻഡൽ എന്ന് പറയുന്നത്. ഫയർ പ്രൂഫാണ്, ഡ്യൂറബിളാണ്, സ്ട്രോങ് ആണ്, എക്കണോമിക്കലാണ്, അതുപോലെ തന്നെ കൺസ്ട്രക്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. നോർമലി നമ്മൾ ലിൻഡൽ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന മിക്സ് പ്രൊപ്പോർഷൻ 1:2:4 ആണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ PCC കൺസ്ട്രക്ഷൻ ആണ് വരുന്നതെങ്കിൽ, PCC എന്ന് പറഞ്ഞാൽ അറിയാലോ, പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ്. PCC കൺസ്ട്രക്ഷൻ ആണെങ്കിൽ 800 mm നമ്മുടെ സ്പാന് വരുന്നുണ്ടാവുക. അപ്പോൾ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലിൻഡലിൽ അറിയേണ്ടത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ് ലിൻഡൽ എന്ന് പറയുന്നത്. എന്നാൽ അത്യാവശ്യം ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്നല്ല, എങ്കിലും ഒരുവിധം ഉള്ള ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലിൻഡലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും.